ഹായ് ഓൾ, ഇന്ന് നിങ്ങളെല്ലാവരുമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ പല പ്രാവശ്യവും വലിയ കറക്ഷൻസ്, വലിയ ഫാളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1920, 2003 .com ബബിൾ, അതിനുശേഷം 2007-8 കാലഘട്ടങ്ങളിലെ എക്കണോമിക് ഫ്രീസിങ് ഉൾപ്പെടെയുള്ള കൊറോണ ക്രാഷ് ഉൾപ്പെടെയുള്ള വലിയ ഫാളുകൾ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാൽ പുതിയ ആളുകൾ പലരും ഈ ഒരു ഫാളുകൾ കേട്ടുകേൾവി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞാനും എൻ്റെ ലൈഫിൽ ആകെ കണ്ടിരിക്കുന്ന വലിയൊരു ഫാളെന്ന് പറയുന്നത് കൊറോണ ഫാള് മാത്രമാണ്. കാരണം 2008 ശേഷമാണ് ഞാനും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യവും ഇതിനു മുൻപുണ്ടായിരുന്ന ചില ഫാളുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് പല സാഹചര്യങ്ങളും വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു വർഷം മുമ്പ് എല്ലാവരും ബിറ്റ്കോയിന് പിന്നാലെയായിരുന്നു. പിന്നെ ഇപ്പം നോക്കുമ്പോൾ എന്താണ്, എല്ലാ ആളുകളും ഗോൾഡിനും സിൽവറിനും പിന്നാലെയാണ്. ഓരോ സമയത്ത് മാർക്കറ്റിൽ ചില ഇൻസ്ട്രുമെൻസിൻ്റെ വില ക്രമാതീതമായി കൂടുകയും ന്യൂസിലും ആർട്ടിക്കിൾസിലും അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ ആളുകൾ അതിനെക്കുറിച്ച് മാത്രം പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രീം സെൻറ്റിമെൻറ്റ്സ് അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ വർക്ക് ചെയ്യുകയും ആ ഇൻസ്ട്രുമെൻറ്റ്സിൽ വലിയ സെൽ ഓഫ് വരികയും അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് ബുക്കിങ്സ് വരികയൊക്കെ ചെയ്യും. നമ്മൾ ബിറ്റ് കോയിനിൽ അത് കണ്ടു. ഇപ്പോൾ സിൽവറിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡും ഓൾ ടൈം ഹൈയിൽ തന്നെയാണ്. ബിറ്റ് കോയിൻ, ഗോൾഡ്, സിൽവർ, സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിൽ അങ്ങ് എക്സ്ട്രീം എത്തി എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഇന്നുണ്ട് അല്ലേ. AI വന്നു, AI നമ്മുടെ ലൈഫിനെല്ലാം അടുത്ത ലെവലിലോട്ട് ഉയർത്തും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് ലോകത്ത് ഇതുവരെയും കാണാത്ത എക്സ്ട്രീം ഇൻവെസ്റ്റ്മെൻറ്റാണ് AI എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയിലോട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റ് മുഖാന്തരം മാത്രമല്ല, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ക്രൗഡ് ഫണ്ടിങ്ങും അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് AI തന്നെയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, AI നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു റിസൾട്ട് തന്നില്ലെങ്കിലോ? ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് AIയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഒറ്റ കാര്യം ഉണ്ടാവണമല്ലോ, ഭാവിയിൽ AI ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻജിനായിട്ട് മാറണം എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും AI ഇത്രയും വലിയൊരു റിട്ടേൺ നൽകാനായിട്ട് പോകുന്നത്? ഒന്ന്, മാൻ പവർ കുറയ്ക്കും എന്നുള്ളത് നമുക്കറിയാം. എല്ലാ ആളുകളുടെയും ജോലിനെ ഓട്ടോമേറ്റ് ചെയ്യും. 100 ആളുള്ള സ്ഥലത്ത് 10 ആളായിട്ട് കുറയണം. എന്നാൽ കറൻലി IT മേഖലയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ ഇത്രയും വലിയൊരു മാൻ പവർ റിഡക്ഷൻ പോസിബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AI എന്ന് പറയുന്നത് ഒരു ബബിളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. AI ഒരു പക്ഷേ ഒരു ബബിളായി മാറാം. രണ്ടാമത്, ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസ് ഹൈക്കാണ്. ഗോൾഡ് സിൽവർ ബബിൾ ആയിരിക്കുമോ എന്നുള്ളത്. അങ്ങനെ പല മേഖലകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വേൾഡ് എക്കണോമി നിൽക്കുന്ന ആ ഒരു സാഹചര്യം 2008-ലും 2003 .com ബബിളിലും 1920 വലിയ ഡിപ്രഷനും തൊട്ടു മുമ്പുണ്ടായിരുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് എന്ന് പല സാമ്പത്തിക വിദഗ്ധരും കഴിഞ്ഞ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും ഗ്ലോബൽ മാർക്കറ്റും വലിയ ഒരു ക്രാഷിന് തൊട്ട് മുൻപിലാണ്, അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ഒരു വലിയ ക്രാഷ് ഉണ്ടാകും എന്ന് പല ആളുകളും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതായത് ഈ AI വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് 2026-27 കാലഘട്ടങ്ങൾ മുതൽ വലിയ റിട്ടേൺസ് നൽകാൻ, വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഗ്ലോബൽ എക്കണോമി വലിയൊരു കറക്ഷനിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിനി നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചിട്ട് പറയാം, നമ്മുടെ നിഫ്റ്റിയെക്കുറിച്ച് പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ്നെസ്സിന് ശേഷം അവസാന 2 ദിവസം ചെറിയൊരു കറക്ഷൻ നിന്നു. നമ്മൾ സൺഡേ ലൈവ്, നമുക്ക് എല്ലാ സൺഡേയും 8 മണിക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ലൈവ് ഉണ്ട്. ഈ ലൈവിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്നാണ്, നിഫ്റ്റി ഒരു പ്രോപ്പർ ഹയർ ഹൈ സ്ട്രക്ചറിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് നിഫ്റ്റിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ട്രെൻഡ് നിഫ്റ്റി തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, മിൻറ്റ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ മിൻറ്റ് എന്ന് പറയുന്ന മീഡിയ ഇന്ത്യ US ട്രേഡ് ഡീലായെന്നും 15% താരിഫ് കുറച്ചു എന്നുമുള്ളൊരു ന്യൂസ് എയർ ചെയ്യുകയാണ്. ഈ ന്യൂസ് എയർ ചെയ്യുന്നത് കൃത്യമായി ദീപാവലിയുടെ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ
ഇന്ത്യൻ മാർക്കറ്റ് അന്ന് ഓപ്പൺ ആയി ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എക്സ്ട്രീം സെൻറ്റിമെൻറ്റ്സ് അല്ലേ നമ്മുടെ ഇടയിലൊക്കെ സംസാരിച്ചു. ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിക്കും, അല്ലെങ്കിൽ നിഫ്റ്റി പറന്ന് മോളിപ്പോവും, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ദിവസം തന്നെ എക്സ്ട്രീം ബുള്ളിഷ് ആകും എന്ന് പറയുന്ന എക്സ്ട്രീം സെൻറ്റിമെൻറ്റ്സ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല നിഫ്റ്റി 26,300 അല്ലെങ്കിൽ 26,200 എന്ന് പറയുന്ന ലെവലിലൊക്കെയാണ് അന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നത്. എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഫസ്റ്റ് പേജിൽ തന്നെ ഈ ന്യൂസ് മിൻറ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ന്യൂസ് വരികയും എല്ലാ ന്യൂസ് പേപ്പറുകളിലും എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും എല്ലാ ആളുകളും ട്രംപ് യു എസ് ഇന്ത്യ ബന്ധം പഴയ പോലെ കാര്യങ്ങൾ നടക്കുന്നു, ട്രേഡ് ഡീലായി, ഇനി ഇന്ത്യ പൊളിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരികയാണ്. എന്നാൽ നെക്സ്റ്റ് ഡേ ഈ പറഞ്ഞ ന്യൂസ് ആധികാരികമല്ല എന്നും ഈ ന്യൂസ് ശരിയല്ല എന്നും പുറത്തു വരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ പറയുന്നു നമ്മൾ ഓടി ചെന്ന് ഒരു ട്രേഡ് ഡീലിനും ഇപ്പോൾ മൂവ് ആവുന്നില്ല, വളരെ സ്ലോവിലി ചർച്ചകൾ നടത്തി ഒരു സൊല്യൂഷനിലോട്ട് എത്തുന്നുള്ളൂ എന്നുള്ള രീതിയിലോട്ടൊക്കെ ന്യൂസ് അപ്ഡേറ്റ്സ് വരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് എന്ത് പറ്റി? ആ ഒരു ന്യൂസിൻ്റെ ബലത്തിൽ വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരുന്നു. ഒരു ബുള്ളിഷ്നെസ്സിൽ, ഒരു നല്ലൊരു ബുള്ളിഷ്നെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഒരു എക്സ്ട്രീം ന്യൂസ് എഫക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയും വലിയ പ്ലേയേഴ്സിന് വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള അവസരം നൽകുകയും അവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റ് പിന്നെയും ഒരു കറക്ഷനിലോട്ട് പോവുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ന്യൂസ് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സാധാരണ പോലെ തന്നെ ഓപ്പൺ ചെയ്ത് ആ ഒരു ചെറിയ ബുള്ളിഷ്നെസ്, ദീപാവലിക്കൊക്കെ ഉണ്ടായിരുന്ന ആ ബുള്ളിഷ്നെസ് ചെറുതായിട്ട് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്നാൽ ആ ഒരു ഗ്യാപ്പ് അപ്പും ഒരു എക്സ്ട്രീം ബുള്ളിഷ്നെസ്സും ഒരു ക്ലൈമാക്സ് മൂവ് വരുത്തുന്ന രീതിയിലാണ് മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയും ആ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ട്രേഡ് ഡീലിൻ്റെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കാം. നമുക്കറിയാം Q2 റിസൾട്ടുകൾ വന്നു തുടങ്ങി. പല മേജർ ബാങ്കുകളുടെയും IT കമ്പനികളുടെയും ഒക്കെ Q2 റിസൾട്ടുകൾ വന്നിട്ടും വലിയ ഒരു ഗ്രോത്ത് പല കമ്പനികളും കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു എക്സ്ട്രീം ബുള്ളിഷ്നെസ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മാർക്കറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ 26,000 വരെ എത്തി. എന്നാൽ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാൻ ഈ ഒരു ട്രംപ് ന്യൂസ് ഒരു കാരണമായി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ നിഫ്റ്റി വീണ്ടും തിരിച്ചു വന്ന് 26,600 അല്ലെങ്കിൽ 25,660 എന്ന് പറയുന്ന റേഞ്ചിൽ റീടെസ്റ്റ് ചെയ്ത് ഒന്ന് ബൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിഫ്റ്റി ആ റേഞ്ചിൽ നിന്ന് വീണ്ടും നമ്മുടെ പഴയ കൺസോൾട്ടേഷൻ റേഞ്ചായിട്ടുള്ള 25,000 റേഞ്ചിലോട്ട് തിരിച്ചു വന്ന് ഈ ഒരു റേഞ്ചിൽ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. എന്നിട്ട് Q2 റിസൾട്ട്സിന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ US ഇന്ത്യ ട്രേഡ് ഡീലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആവാതെ, അല്ലെങ്കിൽ കമ്പനികൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാതെയോ US ഇന്ത്യ ട്രേഡ് ഡീൽ പോസിറ്റീവ് ആകാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിയായി, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് വിചാരിച്ച ഒരു ബുള്ളിഷ്നെസ്സും നമ്മുടെ നിഫ്റ്റിയിൽ തിരിച്ചു വരില്ല. മാത്രമല്ല ഒരു പക്ഷേ ഒരു കറക്ഷനുള്ള സാധ്യതയും കൂടിയുണ്ട്. എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് നമ്മുടെ ഗവൺമെൻറ് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും ലിക്വിഡിറ്റി ഞാൻ പല വീഡിയോസിലും അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും ലിക്വിഡിറ്റി ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ നമ്മുടെ മാർക്കറ്റിലോട്ട് പമ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലെ നാസ്ഡാക്കിൻ്റെ P റേഷ്യോ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ AI റിലേറ്റ് ചെയ്തിട്ട് നാസ്ഡാക്കിലെ എല്ലാ കമ്പനികളും എക്സ്ട്രീം ബുള്ളിഷ്നെസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നാസ്ഡാക്കിൻ്റെ P റേഷ്യോ ലാസ്റ്റ് 10 ഇയേഴ്സ് P റേഷ്യോനേക്കാളൊക്കെ ഭയങ്കര മുകളിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു എക്സ്ട്രീം വാല്യുവേഷൻ ആണെങ്കിൽ അവിടെ ഒരു പക്ഷേ ഒരു കറക്ഷൻ വന്നേക്കാം. അങ്ങനെ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ മാർക്കറ്റുകളിലും അത്തരത്തിലുള്ള കറക്ഷനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് 2025 വരുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പലപ്പോഴും നമ്മൾ ഈ .com ബബിളിൻ്റെ കേസിലും അല്ലെങ്കിൽ 1920 വലിയ ക്രാഷിൻ്റെ കേസും 1920 ക്രാഷും ഇതേപോലെ തന്നെ ടെക്നോളജി ഡ്രിവൺ ആയിരുന്നു. ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി വരുന്നു, ആദ്യമായിട്ട് എല്ലാ വീടുകളിലും റേഡിയോ വരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വേൾഡ് ഫിസിക്സിൽ ഇനിയൊന്നും പുതിയതായിട്ട് കണ്ടുപിടിക്കാനില്ല, ഫിസിക്സിൽ ഓൾമോസ്റ്റ് എല്ലാം കണ്ടുപിടിച്ചു എന്ന് പറയുന്ന രീതിയിലോട്ട് പോലും സയൻസ് മാറിയൊരു സാഹചര്യത്തിലായിരുന്നു 1920. അതേ കാലഘട്ടം പോലെയാണ് ഇന്നും. AI വന്നു, AI എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂമൻസിന് ജോലി പോലും ചെയ്യേണ്ട, നമുക്ക് പകരം AI ജോലി ചെയ്യും, റോബോട്ടിക്സിൽ പല കാര്യങ്ങളും ചെയ്യും, ഇനിയും സയൻസിൻ്റെ ഏറ്റവും പീക്കിലാണ് നമ്മൾ എന്നുള്ളൊരു തോന്നലിലാണ് ഇന്നത്തെ ജനതയെ നിൽക്കുന്നത്. അതേ സാഹചര്യം ഏകദേശം റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്ന് മാത്രമല്ല
ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗോൾഡിനെ കുറിച്ചിട്ടുള്ള, സിൽവറിനെ കുറിച്ചിട്ടുള്ള, ബിറ്റ് കോയിനെ കുറിച്ചിട്ടുള്ള, AI സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ മാത്രം വരികയുന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പബ്ലിക് അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ക്രാഷുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഹർഷത് മേത്ത എക്സ്ട്രീം ബുള്ളിഷ്നെസ് നടത്തുമ്പോൾ മലയാളത്തിലെ ന്യൂസ് പേപ്പറുകളുടെ ഫ്രണ്ട് പേജുകളിൽ പോലും ആ കാലഘട്ടങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹർഷത് മേത്ത സ്കാം പുറത്തു വരുന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ വരുന്നതും. ആ ഒരു സാഹചര്യം തിരിച്ചു വരുന്നുണ്ടോ എന്ന് നാം പേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മൾ മാർക്കറ്റിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ തവണ 2025 ഈ ഒരു സാഹചര്യം ഒരു പക്ഷേ സർവൈവ് ചെയ്തേക്കാം. എന്നാൽ 2026, 27 കാലഘട്ടങ്ങളിൽ ഈ ഒരു ബുള്ളിഷ്നെസ്സിന് അനുകൂലമായിട്ടുള്ള ഏണിങ്സോ ഗ്രോത്തോ മാർക്കറ്റിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു 18,000 അതിനേക്കാൾ വലിയ ഒരു 30% അല്ലെങ്കിൽ ഒരു 40% കൊറക്ഷൻ അടുത്ത 2 വർഷങ്ങളിൽ ഒരു പക്ഷേ മാർക്കറ്റിൽ വന്നേക്കാം. അറ്റ്ലീസ്റ്റ് 2003 .com ബബിളിൻ്റെ ലെവലിലായിട്ടുള്ളൊരു കറക്ഷനെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് നേരിടും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അത്രയും ഒപ്റ്റിമിസ്റ്റിക്കാണ് നമ്മുടെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത്രയും എക്സ്ട്രീംലി ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്ക് വ്യൂ കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ വ്യൂ. നിഫ്റ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാണ് നിൽക്കുന്നത്. നോർമലി ആ ഒരു ബ്രേക്ക് ഔട്ടിന് ഒരു റീടെസ്റ്റ് വരും. നമ്മൾ പറഞ്ഞ് 26,600 ഈ ലെവൽ ഒരു പക്ഷേ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓൾ ടൈം ഹൈ ഒരു പക്ഷേ അടുത്ത മാസങ്ങളിൽ മാർക്കറ്റിൽ വന്നേക്കാം. പക്ഷേ ഈ ഒരു ലെവലിനെ നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ബുള്ളിഷാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ. ബാങ്ക് നിഫ്റ്റി റീടെസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ബാങ്ക് നിഫ്റ്റി ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഓൾ ടൈം ഹൈയിലോട്ടാണ് ബാങ്ക് നിഫ്റ്റി റീടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള ബുള്ളിഷ്നെസ്സാണ്. ഈ ഒരു ബുള്ളിഷ്നെസ്സിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞൊരു മാസം ടെലികോം, ബാങ്കിങ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽസ്, ഹെൽത്ത് കെയർ, FMCG സെക്ടേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിട്ടേൺസ് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലെ ചില സെലക്റ്റീവ് സ്റ്റോക്കുകൾ, ഓട്ടോമൊബൈൽ പാർട്ടുകൾ, ടയർ സെക്ടർ, ഇനി ഈ പറഞ്ഞ ദീപാവലി റിലേറ്റ് ചെയ്ത് എല്ലാ ആളുകളും പറഞ്ഞ കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. ആ ഒരു സെക്ടേഴ്സ് ഞാൻ റിപ്പീറ്റ്ലി കേട്ടതുകൊണ്ട് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന് സിമെൻറ്റ് സെക്ടേഴ്സാണ്. സിമെൻറ്റ് സെക്ടറിൽ അബ്നോർമൽ ബുള്ളിഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം റിട്ടേൺ നൽകുന്ന ഒരു സാഹചര്യം സിമെൻറ്റ് സെക്ടറിൽ ഉണ്ടാകും എന്ന് പല ആളുകളും പറയുന്നത് കേട്ടു. സിമെൻറ്റ് സെക്ടറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സിമെൻറ്റ് സെക്ടർ. ഇനി രണ്ടാമത്തെ ഒരു സെക്ടർ പല ആളുകളും പറയുന്നത് കേട്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടേഴ്സാണ്. അപ്പോൾ ഈ ബാറ്ററികൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കാറുകൾ ഉൾപ്പെടെയുള്ള പല സെക്ടേഴ്സും ബൂം ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് ബാറ്ററികൾ ആവശ്യമായിട്ടുണ്ട്. ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും പല ഹിഡൻ ജെംസുകളാണ് കറൻലി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഈ പറഞ്ഞ ബാറ്ററിക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ജനറേറ്റ് ചെയ്യുന്ന പല കമ്പനികളെയും ഒന്ന് നോക്കി വയ്ക്കുക. ഒരു പക്ഷേ അടുത്ത വർഷങ്ങളിൽ എക്സ്ട്രീം ബുള്ളിഷ്നെസ് നൽകാൻ കേപ്പബിലിറ്റിയുള്ള അല്ലെങ്കിൽ അടുത്ത 100x റിട്ടേൺ നൽകാൻ സാഹചര്യമുള്ള പല സ്റ്റോക്കുകളും ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസിലുണ്ട്. ആ ഒരു സെക്ടറിനെ കുറിച്ചിട്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറച്ച് തോട്ട്സ് അല്ലെങ്കിൽ എനിക്കുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അനാലിസിസും രേഖപ്പെടുത്തുക. ഞാൻ ഇത് ഇന്ത്യ താഴെ പോകുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമോ ഒന്നുമല്ല പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ തന്നെ AI ബൂമിൻ്റെ വലിയൊരു കറക്ഷനുള്ള സാഹചര്യം പയ്യെ ഉണ്ടാകുന്നുണ്ട്. AIക്ക് ഈ പറഞ്ഞ ഒരു ബബിളല്ല AI എന്ന് തെളിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബബിളല്ല AIക്ക് ഈ പറഞ്ഞ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും എങ്കിൽ ഈ പറഞ്ഞ ഫിയർ ഒന്നുമില്ല. AI കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ പോലും AI ബബിളാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു തുടങ്ങി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോന് താഴെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.